ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുന്നതൊക്കെ പ്രശ്നമാണ് പണ്ടേ ഇവർക്ക്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവർ വിറളി പിടിച്ചിരിക്കുകയാണ് എല്ലാ കൂട്ടരും. കാരണം ഇപ്പൊ തന്നെ നമ്മുടെ കോ പാനലിസ്റ്റ് ആയിട്ടുള്ള അബ്ദുള്ള ജി പറഞ്ഞ എന്താണ്, നമ്മുടെ രാജ്യത്ത് ഒരു രാജ്യത്ത് രണ്ട് നിയമങ്ങൾ ഉള്ള സ്റ്റേറ്റുകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ഭൂഷണമാണെന്ന് കരുതുന്ന ഒരാൾ ഒന്നാം തരം വിഘടനവാദിയാണ്. അതിലെന്താ സംശയമുള്ളത്? ഈ രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമാണ് കശ്മീർ എന്നാണ് നമ്മളെല്ലാം വിശ്വസിക്കുകയും അതാണ് സത്യവും. പക്ഷെ അതിൽ പറയുന്നത് തന്നെ ഞങ്ങൾക്ക് ഇവിടുന്ന് പുറത്തേക്ക് ആരും വിവാഹം കഴിച്ചു കൊണ്ടുപോകാൻ പാടില്ല. ഇത് ശരിയ ലോ ആണ്, ശരിയ നിയമം അല്ലെങ്കിൽ ശരീഅത്ത് എന്ന് പറയുന്ന നിയമമാണ്. ഇസ്ലാം ഒരു ഡെമോക്രസിയിലേക്ക് കടന്നാൽ പോലും കള്ളത്തരം പറയല്ലേ? ഞാൻ കാശ്മീരികൾ പറഞ്ഞതാ, കള്ളത്തരം പറയല്ലേ? അവര് വ്യവസ്ഥ ഇന്ത്യയോട് ലയിക്കണമെങ്കിൽ പറഞ്ഞിട്ടില്ല. അനാവശ്യ തോന്നിയാസം പറഞ്ഞ് ഞാൻ ഊരി എറിഞ്ഞു. ശ്രീ അബ്ദുള്ളയുടെ ശബ്ദം ഊരി എറിഞ്ഞു പോകുന്നതാണ് നല്ലത്. ഒന്ന് മ്യൂട്ട് ചെയ്യണം പ്ലീസ്. അദ്ദേഹത്തിന് ഊഴമാവുമ്പോൾ അതിലേക്ക് പോവാം. യെസ്. അല്ല, ഇത് അബ്ദുള്ള പറഞ്ഞത് അപകടം എന്താണെന്ന് വെച്ചാൽ കശ്മീരികൾ പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം കശ്മീർ എന്നത് ഇന്ത്യയുടെ ഭാഗമല്ലെന്ന് ഇയാൾ പറയേണ്ടി വരുന്നുണ്ട്. ഒന്നാം തരം വിഘടനവാദമാണ് പറയുന്നത്, ശുദ്ധ തെമ്മാടിത്തരമാണ് പറയുന്നത്. ആലോചിച്ച് നോക്കണം. ഈ പ്രായം 80 വയസ്സായി. ഈ വീഞ്ഞിന്റെ വീര്യം കൂടുന്ന് പറഞ്ഞാൽ ജിഹാദി 80 വയസ്സാകുമ്പോഴേക്ക് അവൻ ബിൻലാദിന്റെ അപ്പൂപ്പനാവുകയാണ്. അതൊക്കെ മഹലിൽ കടന്നിട്ട് തലവത്തേക്ക് നിന്നിട്ട് വിളിച്ചു പറഞ്ഞാൽ മതി. ഒരു ചാനലിൽ നിന്നിട്ട് പറയാൻ പാടില്ല, രാജ്യത്തിനെതിരെ പറയാൻ പാടില്ല. ഈ രാജ്യത്തിന്റെ അഖണ്ഡത, സോവറിറ്റി ഓഫ് ദ നേഷൻ എന്നത് നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും അടിസ്ഥാന ശിലകളിൽ ഒന്നാണ്. മഹല്ല് കമ്മിറ്റിയിൽ മൊയ്ലിയാരോട് വർത്താൻ പറഞ്ഞ ഒരു ചാനലിൽ വന്നിട്ട് പറയരുത്. കശ്മീരിലെ ജനത പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടുന്ന് ആണുങ്ങള് വന്നിട്ട് വേറെ ഇവിടുത്തെ പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ പാടില്ല. ഇത് എന്ത് നിയമമാണ്? ഇന്ത്യയിൽ ഒരു നിയമമേ പാടുള്ളൂ. ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യമുണ്ട്, ബർണോട് കുറച്ച് ബാക്കി വെച്ചോളൂ. അടുത്തത് വരാൻ പോകുന്നത് നമ്മുടെ ഇതാണ്, രാജ്യത്തെ ഏകീകൃത സിവിൽ കോഡാണ് വരാൻ പോകുന്നത്. അപ്പൊ പൊള്ളലിൽ കുറച്ചുകൂടി മരുന്ന് ബാക്കി വെക്കണം കേട്ടോ. അബ്ദുള്ള ഇപ്പോഴേ തീർക്കരുത്, ബർണോടൊക്കെ തേച്ച് തീർക്കരുത്. അപ്പോ ഞാൻ പറഞ്ഞത് ഈ രാജ്യത്തിന്റെ അഖണ്ഡത എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ ഇവർ RSS പറയും. RSS ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും രാജ്യത്തിന് ഭരണഘടനയുണ്ട്. ആ ഭരണഘടന ദ സോവറിറ്റി ഓഫ് ദ നേഷൻ, അതായത് രാജ്യത്തിന്റെ അഖണ്ഡത എന്ന പദത്തെ വളരെ വളരെ ശക്തമായ അടിവരയിട്ട് പറയുന്ന ഒന്നാണ്. അപ്പൊ അഖണ്ഡതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഈ രാജ്യം എന്റെ അമ്മയാണെന്ന് ചിന്തിക്കുന്ന വൈദികമായ സങ്കല്പമാണ്. ഇത് ഇന്നോ ഇന്നലെ ഉണ്ടായതല്ല, അഥർവവേദത്തിലുള്ളതാണ്. മാതാ ഭൂമി പുത്രോഹം പൃഥിവ്യ. ഈ ഭൂമി എന്റെ അമ്മയാണ്, ഞാൻ അവിടുത്തെ പുത്രനാണെന്ന് സങ്കല്പിക്കുന്ന മാതൃപുത്ര ബന്ധം ഭൂമിയായിട്ടുള്ളത് ഹിന്ദുക്കൾക്ക് പാരമ്പര്യമായിട്ട് വൈദിക കാലഘട്ടത്തിൽ മുതലുള്ളതാണ്. അതിന്റെ ഒരു തുടർച്ച മാത്രമാണ് നമ്മൾ ജീവിക്കുന്ന, നമുക്ക് വേണ്ടുന്നതെല്ലാം തരുന്ന, വിഭവങ്ങൾ തരുന്ന, നമുക്ക് സമാധാനപരമായ ജീവിതം ഉറപ്പാക്കുന്ന ഈ രാജ്യത്തെ അമ്മയായി കാണുക എന്നുള്ളത് അടിസ്ഥാനപരമായി ഏതൊരു ഭാരതീയന്റെ സങ്കല്പമാണ്. ഇപ്പൊ ഇസ്ലാമിൽ തന്നെ ഇവർക്ക് മുലകുടി പരിശ എന്നൊരു ചടങ്ങുണ്ട്. അറിയാത്തവർ അറിഞ്ഞോട്ട് വെച്ച് പറയാണ്. മുലകുടി പരിശം, അതായത് ഒരാൾ ഏതെങ്കിലും ഒരു സ്ത്രീയുടെ മുല കുടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവളെ അമ്മയായിട്ട് കാണണമെന്നാണ് ചെറുപ്പത്തിൽ തന്നെ. ഇനി അപ്പൊ അതിൽ ഹദീസിൽ തന്നെ പറയുന്നുണ്ട്, 18 വയസ്സുകാരനായ ഒരാൾ എന്തോന്ന് കാണിച്ചപ്പോ പിന്നെ പ്രവാചകൻ അയാളോട് പറയുന്നുണ്ട് നീ അവളുടെ മുല കുടിക്കാൻ. അപ്പൊ അവള് അല്ല, നിങ്ങളുടെ ടെക്നിക്കൽ ടീം ശരിയില്ല, ഓഫാക്കി പിന്നെയും ഓണായി പോയെന്ന് തോന്നുന്നു. ശബ്ദം പുറത്തു വരുന്നുണ്ട്.